സെവൻത്ത് സ്റ്റാൻഡേർഡിലെ 14th ചാപ്റ്ററായ ഡേറ്റ പിക്ചേഴ്സ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡേറ്റ പിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള പല വസ്തുതകളെയും ചിത്രീകരിച്ച് നമ്മൾ കാണിക്കുമ്പോൾ നമുക്ക് വളരെ വേഗം മനസ്സിലാവും. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് സർക്കുലാർ അറേഞ്ച്മെൻറ്റിൽ ചില കാര്യങ്ങൾ നമുക്ക് പിക്ചറൈസ് ചെയ്ത് കാണിച്ചാൽ നമുക്ക് വേഗം മനസ്സിലാക്കാം. അപ്പോൾ അത്തരം ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഈ സർക്കിളിനകത്ത് കുറച്ച് കളറുകൾ ഷെയ്ഡ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഇന്ത്യ, ചൈന, USA, അതേഴ്സ് എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാം, ഇത് ഭൂമിനെയാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ ജനസംഖ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനസംഖ്യയാണ് ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. ഭൂമിയുടെ എത്ര ഭാഗമാണ് ഇന്ത്യയുടെ ജനസംഖ്യ എന്നുള്ളത് ഇതിനെ കാണിച്ചിട്ടുണ്ട്. ചൈനയുടെ ജനസംഖ്യയാണ് ഈ ഒരു കളറിൽ, USA ജനസംഖ്യയാണിത്. മറ്റ് രാജ്യങ്ങളിലെ ജനസംഖ്യ മുഴുവനും ചേർക്കുന്നതാണ് ഈ യെല്ലോ പാർട്ട്. ഓരോരോ രാജ്യങ്ങളെ എടുത്തു പറയാതെ മറ്റ് USA, ചൈന, ഇന്ത്യ ഒഴികെ ബാക്കിയുള്ള രാജ്യങ്ങളിലെ ജനസംഖ്യ മുഴുവനും ചേർത്താലാണ് ഇത്രയും ഭാഗം വരുന്നത്. ഇനി ക്യാൻ യു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് യൂസിങ് ദിസ് പിക്ചർ? താഴെ പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ അപ്രോക്സിമേറ്റ്ലി എന്നൊരു വാക്കുണ്ട്, ഏകദേശം നിങ്ങൾക്ക് ഉത്തരം പറയാമോ എന്നാണ് ചോദ്യം. ചോദ്യം നമ്പർ 1 ഇതാണ്. അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ ഈസ് ദാറ്റ് ഓഫ് ഇന്ത്യ? ആകെയുള്ള ജനസംഖ്യയുടെ എത്ര ഭാഗമാണ് ഇന്ത്യ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ട് പറഞ്ഞാൽ മതിയാവും. അപ്പോൾ ഈ നീല കളറിലെ ഈ ഒരു ആകൃതി കണ്ടോ, ഈ ആകൃതിയിൽ നമുക്ക് എത്ര എണ്ണം ഇതിനകത്ത് വരച്ചെടുക്കാമെന്ന് നോക്കിയാൽ മതി. 1, 2, അതേപോലെ 3, 4, 5, 6 എണ്ണം. അപ്പോൾ നമുക്ക് 6ൽ 1 1/6 എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അല്ലാതെ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു സർക്കിളിൻ്റെ ഫുൾ അളവെന്ന് പറയുന്നത് 360 ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഈ ഇന്ത്യ വരുന്ന കോണളവ് നിങ്ങൾ മെഷർ ചെയ്യുക. എത്രയാണ് ഇന്ത്യയുടെ കോണളവ് നിങ്ങൾക്ക് കാണാമല്ലോ. ടീച്ചർ പ്രൊട്രാക്ടർ വെച്ച് കഴിഞ്ഞപ്പോൾ അത് ഏത് അളവിലാണ് വന്ന് നിൽക്കുന്നതെന്ന് കണ്ടോ? കറക്റ്റ് ആ ബ്ലൂ ഷെയ്ഡ് വന്ന് നിൽക്കുന്നത് കറക്റ്റ് 60ലാണ്. അപ്പം 360ൽ 60 പാർട്ട് മാത്രമാണ് എന്ത് വരുന്നത്, അതായത് 60. നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റിൻ്റെ ആൻസർ പാർട്ടായിട്ട് എഴുതുമ്പോൾ 60 / 360. നമുക്കിത് കട്ട് ചെയ്ത് 6ൻ്റെ ടേബിളിൽ കട്ട് ചെയ്താൽ 1 6 are 6, 6 6 are 36. അപ്പം വേൾഡ് പോപ്പുലേഷൻ അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ എന്ന് ചോദിച്ചാൽ 1/6 ആണ്. 1/6 പാർട്ട്. മനസ്സിലായോ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ? അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ് ഇല്ല, വളരെ കറക്റ്റായിട്ടാണ് നമുക്ക് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് നമ്മൾ ഏകദേശം ഈ ഒരു സാധനമൊന്നും ഉപയോഗിക്കാതൊക്കെ ചെയ്യുന്നതിന് നമ്മൾ ഏകദേശ വില നമുക്ക് കണക്കാക്കാൻ പറ്റുക. അപ്പോൾ ഏകദേശ വില കണക്കാക്കിയപ്പോഴും പ്രൊട്രാക്ടർ ഉപയോഗിച്ച് കറക്റ്റ് അളവ് കണ്ടപ്പോഴും നമുക്ക് എത്ര കിട്ടി? 1/6 പാർട്ട്. ദെൻ വാട്ട് അബൌട്ട് ദ പോപ്പുലേഷൻ ഓഫ് ചൈന? അപ്പോൾ ചൈനയുടെ നമുക്ക് നോക്കാം, കോണളവ് നോക്കാം. കോണളവ് നോക്കുമ്പോൾ അതും കറക്റ്റ് എന്ത് തന്നെയാണ്? 60 തന്നെയാണ് കേട്ടോ. കണ്ടോ, കറക്റ്റ് 60ൽ കൂടിയാണ് അത് കടന്നു പോകുന്നത്. സോ അവിടെയും ആംഗിൾ എന്ന് പറയുന്ന പാർട്ടെന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? 1/6 എന്ന് എഴുതാം. ഓക്കെ, ഇത് 1/6, ഇതും 1/6. ഓക്കെ അല്ലേ? ഇനി ദെൻ അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഈസ് ദാറ്റ് ഓഫ് USA? ഇന്ത്യയുടെയും USAയുടെയും ഫ്രാക്ഷൻ പോപ്പുലേഷൻ നമ്മൾ ഫ്രാക്ഷനായിട്ട് എഴുതിയാൽ ഈ USA അളവ് എത്രയുണ്ടെന്ന് നോക്കുക. ഈ USA ഈ അളവിൽ എത്ര എണ്ണം നമുക്ക് ഇതിനകത്ത് വരയ്ക്കാൻ പറ്റുമെന്നാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 4 എണ്ണം പോലെ തോന്നുന്നല്ലേ? 4 എണ്ണമാണ് നമുക്ക് അതേപോലത്തെ വരയ്ക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അപ്പം പ്രൊട്രാക്ടർ വെച്ച് നമ്മൾ അളന്നു. കാണുന്നുണ്ടോ എല്ലാവരും? നോക്ക്, ഇവിടെ 0 10 കഴിഞ്ഞിട്ട് കറക്റ്റ് നടുക്കുക 15. അപ്പോൾ ഒരു ആംഗിളിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ ഈ USA ആംഗിൾ മെഷർമെൻറ്റ് എത്ര വന്നു? 15. ഇത് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, എത്രയാണ്? 60 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതിയാൽ മതി? 15 / 60 എന്ന് എഴുതിയാൽ പോരെ? അതായത് ഫ്രാക്ഷൻ എഴുതുമ്പോൾ 15 / 60. അത് കട്ട് ചെയ്യുമ്പോൾ 15 4 അല്ലേ 60. സോ നമുക്ക് ആൻസർ എന്തെന്ന് എഴുതാം? 1/4. അപ്പോൾ നമ്മുടെ അവർ ആൻസർ ഈസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഈസ് ദാറ്റ് ഓഫ് USA എന്ന് പറഞ്ഞാൽ 1/4.
ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ ഈസ് ദ കമ്പൈൻഡ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ, ചൈന ആൻഡ് USA? ഇന്ത്യയും ചൈനയും USA കൂടെ കമ്പൈൻ ചെയ്യാൻ മീൻസ് മൂന്നും കൂടി ഒന്നിച്ച് ചേർത്താൽ ഈ ആകെ പോപ്പുലേഷൻ്റെ എത്ര ഭാഗം? ഒന്നും കൂടെ ഒന്നിച്ച് ചേർക്കാന്ന് വെച്ചാൽ ടീച്ചർ ഒന്ന് വരച്ചേക്കാവേ. ഇതും ഇതായത് ഈ ഫുൾ പാർട്ട് ഈ ആകെ സർക്കിളിൻ്റെ എത്ര വരും? അപ്പോൾ നോക്കാം. ഞാൻ ഇങ്ങനെയും കൂടെ ഒന്ന് വരച്ചാൽ അതേപോലത്തെ ഒരു ഷേപ്പ് കൂടെ കിട്ടത്തില്ലേ? കണ്ട 1 2 3 ആകെ ഇത് ഇപ്പോൾ ടീച്ചർ അളന്നൊന്നും നോക്കിയില്ല. അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ആകെ 3 പാർട്ടുള്ളതിൽ ഒരു പാർട്ടെന്ന് നമുക്ക് വേണം പറയാനല്ലേ? 1/3 പാർട്ട്. ക്ലിയർ അല്ലേ? സോ എന്ത് പറയാം നമുക്ക്? USA പാർട്ട്, ഇന്ത്യ ചൈന ആൻഡ് USA ടുഗദർ നമുക്ക് എടുത്തു കഴിയുമ്പോൾ എന്ത് വരും? ആകെ ഭാഗത്തിൻ്റെ 1/3 ഭാഗമായിട്ട് വരും. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ പൈ ചാർട്ട് ബിലോ ഷോസ് ഹൗ ദ ടോട്ടൽ cultivable land in a panchayat is utilized for different kinds of crops: vegetable, rubber, plantain, coconut, tapioca, rice and others. ഒരു പഞ്ചായത്തിൽ കൃഷി ചെയ്യുന്ന വിവിധ തരത്തിലുള്ള ക്രോപ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫോർ വിച്ച് ക്രോപ്പ് ഈസ് ദ മോസ്റ്റ് ഓഫ് ദ ലാൻഡ് യൂസ്ഡ്? ഏത് ലാൻഡാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഏത് ലാൻഡാണ്? കാണുമ്പം തന്നെ അറിയാമല്ലേ, ഈ ഒരു കളറല്ലേ, ഈ കളർ ഏതിലാണ് വന്നിരിക്കുന്നത്? അതേഴ്സ്. മറ്റു വിഭവങ്ങൾ എന്ന് വെച്ചാൽ ഇതൊന്നും അല്ലാത്ത ചേന, കാച്ചിൽ, കാപ്പിക്കുരു അല്ലെങ്കിൽ അങ്ങനെയുള്ള ചേമ്പ്, പച്ചക്കറികൾ, അല്ലെങ്കിൽ പച്ചക്കറി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ. മറ്റ് വിഭവങ്ങളെല്ലാം കൂടി ചേർത്ത കൃഷിയാണ് എന്ത് ഈ ഒരു കളറിൽ കാണിച്ചിരുന്ന ആ ഒരു കളറാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതേഴ്സ് നിൻ്റെ ഉത്തരം. ഫോർ വിച്ച് ക്രോപ്പ് ഈസ് മോസ്റ്റ് ഓഫ് ദ ലാൻഡ് യൂസ്ഡ് എന്നതിൻ്റെ ആൻസറായിട്ട് നമ്മൾ എന്ത് എഴുതാം? അതേഴ്സ് എന്ന് എഴുതിയാൽ മതിയാവും. അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ ഈസ് ദിസ്? ആകെ ഫ്രാക്ഷൻ്റെ എത്ര ഭാഗം? നമുക്ക് ഈ ഒരു രീതിയിൽ എത്ര ഉണ്ട്? അപ്രോക്സിമേറ്റ്ലി ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? ഇതേ അളവിൽ 3 എണ്ണം നമുക്ക് വരയ്ക്കാമല്ലോ. ഇതിലേക്കൂടെ ഞാൻ വരയ്ക്കുന്നില്ല. ഇതിലേക്കൂടെ വരച്ചെടുത്താൽ കൃത്യം 1 2 3 പാർട്ട് കിട്ടും. നമുക്ക് എങ്ങനെ എഴുതാം? അപ്രോക്സിമേറ്റ്ലി 1/3 പാർട്ടെന്ന് എഴുതാം. അതിൻ്റെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഫോർ വിച്ച് ക്രോപ്പ് ഈസ് ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ലാൻഡ് യൂസ്ഡ്? ഏറ്റവും കുറവ് കൃഷി ചെയ്യുന്നത് ഏത് ലാൻഡിലാണ്? അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ ഈസ് ദിസ്? എന്താ പറഞ്ഞിരിക്കുന്നത്? ഏത് ക്രോപ്പാണ് വളരെ കുറച്ച് കൃഷി ചെയ്യുന്നത്? വളരെ കുറച്ച് കൃഷി ചെയ്യുന്നത് ഏതാ? കുറഞ്ഞ കോണളവുള്ളത് ഏതാ? റൈസാണ്. ഏറ്റവും കുറവ് കൃഷി ചെയ്യുന്നത് എവിടെയാണ്? റൈസാണ്. അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ ഈസ് ദിസ്? അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഒരു മിനിറ്റ് തൊട്ട് മുകളിലത്തെ ഞാൻ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. 1/3 തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. ടീച്ചർ 1/3 എന്ന് പറഞ്ഞല്ലോ. കോണളവ് എത്രയുണ്ടെന്ന് നോക്കിയേ. കണ്ടോ? കറക്റ്റായിട്ടത് എത്രയാണ്? 120 വന്നിരിക്കുന്നത്. കണ്ടോ? 120. അപ്പം നമുക്കതെങ്ങനെ എഴുതാം? 120 എന്ന് പറയുമ്പോൾ എപ്പോഴും ആംഗിളിനെ നമ്മൾ എങ്ങനെ ചെയ്താൽ മതി? 120 എപ്പോഴും ആ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. 100/60. 360 സീറോസ് കട്ടായി. 12/36 നമുക്ക് 3യുടെ ടേബിൾ ചൊല്ലിയാൽ, അല്ലെങ്കിൽ 12ൻ്റെ ടേബിൾ ചൊല്ലാം. 12 1s are 12, 12 3s are 36. കണ്ട 1/3 നീട്ടി. നമ്മൾ 1/3 പാട്ടെന്നായിരുന്നു ഇവിടെ എഴുതിയിരുന്നത്. ദെൻ വിച്ച് ക്രോപ്പ് എവിടെയാണ് ലീസ്റ്റ്? വളരെ കുറഞ്ഞ അളവിൽ കൃഷി ചെയ്യുന്നത് എവിടെയാണ്? ആ മെറൂൺ കളർ ഭാഗമാണ്. മെറൂൺ കളർ ഭാഗത്തിൻ്റെ ആംഗിൾ നമുക്കൊന്ന് മെഷർ ചെയ്യാം. ശ്രദ്ധിച്ച് കണ്ടോണം. ഓക്കെ, ഞാനിവിടേക്കൊരു വരച്ച് നീട്ടി എടുത്തിട്ടുണ്ട്. അതാ ഇവിടെ ഇവിടെ ആംഗിൾ എത്ര വരുന്നത്? 5 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പോൾ ആൻസർ കണ്ടെത്താനായിട്ട് ജസ്റ്റ് 5/360 കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും?
5ൻ്റെ ടേബിൾ ചൊല്ലിയാൽ 7 5 35, റിമൈൻഡർ 1 വരും. അപ്പോൾ ആ 1 ഇവിടെ ചേർക്കുമ്പോൾ 10 ആവും. 10ൽ 5 2 ടൈംസ്, ഇത് 1 ആവും. സോ ആൻസർ ഈസ് 1/72 പാർട്ട്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? 1/72 പാർട്ട്. ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത് 1/72. മൂന്നാമത്തെ ചോദ്യം, അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ ഈസ് യൂസ്ഡ് ഫോർ റബ്ബർ? ആകെ കൃഷി സ്ഥലത്തിൻ്റെ എത്ര ഭാഗമാണ് റബ്ബർ കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? അപ്പോൾ റബ്ബർ കൃഷി ചെയ്യാൻ റബ്ബറിൻ്റെ കളർ എന്താണ്? ഈ ഒരു യെല്ലോ കളറാണല്ലോ. അത് എത്ര നമുക്ക് അപ്രോക്സിമേറ്റ്ലി കറക്റ്റായിട്ട് തന്നെ കണ്ടുപിടിച്ചേക്കാം. അപ്പോൾ എന്താണ്, നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് ആംഗിൾ മെഷർ ചെയ്തു. ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ അവിടെ നിന്ന് അവിടെ വരെ വരുന്നുണ്ട്. റബ്ബർ കൃഷി ചെയ്യുന്ന പാർട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഈ ആംഗിൾ മെഷർ ചെയ്തു. എത്രയാണ് കറക്റ്റ്? 80, 0 10 20 30 40 50 60 70 80, 80ൽ കൂടിയാണ് കടന്നു പോകുന്നത്. സോ ആംഗിൾ മെഷർമെൻറ്റ് കണ്ടുപിടിക്കുക. 80 / 360 ചെയ്താൽ മതിയോ? സോ സീറോസ് കട്ട് ചെയ്തു. സോ ആൻസർ ഈസ് 4/9 വരും. എഗെയിൻ കട്ട് ചെയ്യുമ്പോൾ 4/9 ഇല്ല, 4/18. ദെൻ ഇപ്പോൾ ഹാഫ് ആക്കുമ്പോൾ 2/9. അപ്പോൾ 2/9 പാർട്ടാണ് എന്ത്? അപ്പോൾ ആകെ കൃഷിയിടത്തിൻ്റെ 2/9 പാർട്ടാണ് എന്തിനു വേണ്ടി എടുക്കുന്നത്? റബ്ബർ കൃഷി ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യം, ഇൻ എ ക്ലാസ് ഓഫ് 40 സ്റ്റുഡൻസ് 20 യൂസ് ദ സ്കൂൾ ബസ്, 15 walks to school and 5 ride bicycles to school. ഡ്രോ എ പൈ ചാർട്ട് ഷോയിങ് ദിസ്. ഈ ഒരു വിവരങ്ങൾ ഉപയോഗിച്ച് ഒരു പൈ ചാർട്ട് വരയ്ക്കാനാണ്. അപ്പോൾ വരയ്ക്കാം. ഈ ഒരു ചിത്രം വരയ്ക്കുന്നതിനായി നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ടേബിൾ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്ക് തന്നിട്ടുണ്ട്, ടോട്ടൽ 40 ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ സർക്കിളിൽ എത്ര ആംഗിൾ വരണമെന്ന് അറിയണമല്ലോ. ആംഗിൾ ഉണ്ടെങ്കിലല്ലേ നമുക്കത് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ പാർട്ട് കണ്ടുപിടിക്കാൻ 360 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്നല്ലേ മുമ്പേ പറഞ്ഞ്. ഓരോ ക്വസ്റ്റിനും ഓർത്ത് എല്ലാത്തിനും നമ്മൾ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യായിരുന്നു പാർട്ട് കണ്ടുപിടിക്കാൻ. ഇവിടെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാം? ബൈ ടോട്ടൽ ഇൻറ്റു 360 ചെയ്യണം. എന്താണ് ആംഗിൾ കണ്ടുപിടിക്കാൻ? ഇൻറ്റു 360 ചെയ്യണം, മറന്നു പോകരുത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ സ്കൂൾ ബസ് എത്ര ആംഗിളിലാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കാനായിട്ട് 20 / ഈ ടോട്ടൽ എത്രയാണോ ടോട്ടൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 360. ഓർക്കുക, ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ നേരം 360 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇത് രണ്ടും കട്ടാവും. 4ൻ്റെ ടേബിൾ ചൊല്ലിയാൽ 4 × 9 അല്ലേ? അപ്പോൾ ഇവിടെ 90 ഉണ്ട്. 90 × 2 × 90 എന്ത് വരും? 180. നിങ്ങൾ ഈ കോളം ഇച്ചിരി വലുതാക്കി വരച്ചോണം കേട്ടോ. പരീക്ഷയ്ക്ക് ടീച്ചർ വരച്ച കോളം ചെറുതായിപ്പോയി. ദെൻ സെക്കൻഡ് വൺ 15 ടോട്ടൽ ഇൻറ്റു 360. ടോട്ടൽ 40 ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും കട്ടായി. ഇത് കട്ടായാൽ 9 വരും. 15 9 15 × 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 135 ഡിഗ്രി. ദ ലാസ്റ്റ് വൺ 5/40 × 360. 0 കട്ടായി. ഇത് 9 ആയി. 9 5 5 × 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 45. ഇനി നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് ശരിയാണോ അതോ തെറ്റിപ്പോയെന്ന് അറിയാനുള്ള മാർഗം, ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? നമുക്ക് 360 കിട്ടണം. എങ്കിലേ നമ്മുടെ ആൻസർ ശരിയായി എന്ന് മനസ്സിലാക്കാം. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് ആംഗിൾ വരയ്ക്കാം. ഈ ചിത്രം വരയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമുക്ക് സെൻറ്റർ കിട്ടിയല്ലോ, ആ സെൻറ്ററിൽ നിന്നും ഒരു ലൈൻ ജസ്റ്റ് സർക്കിളിലേക്ക് വരയ്ക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് വേണ്ട ആംഗിൾ എത്ര? 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി അളക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്ട്രെയിറ്റ് ലൈനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് 0 മുതൽ 180 വരെ എടുക്കുമ്പോൾ കറക്റ്റ് അത് എന്താ കിട്ടുന്നത്? സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നമ്മൾ അളക്കാനൊന്നും നിൽക്കണം. നേരെ എന്ത് ചെയ്താൽ മതി? 180 ഡിഗ്രിക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരച്ചാൽ മതിയോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് എന്ത് കിട്ടും? 180 ഡിഗ്രി. 180 ഡിഗ്രി എന്ന് പറയുന്നത് എന്താ? യൂസ് സ്കൂൾ ബസ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ യൂസ് സ്കൂൾ ബസ് എഴുതിക്കോ, അല്ലെങ്കിൽ ബസ് എന്ന് മാത്രം എഴുതുക. എന്നിട്ട് പരീക്ഷയ്ക്ക് ഇതിങ്ങനെയൊക്കെ ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം ക്രയോണോ എന്തെങ്കിലുമൊക്കെ കളർ ഉപയോഗിച്ച് നിങ്ങളിതിന് ഷെയ്ഡ് ചെയ്യുക കേട്ടോ.
നമുക്ക് സെക്കൻഡ് 135. അപ്പോൾ ഈ തീർന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും എന്ത് ചെയ്യുക, നമ്മൾ പ്രൊട്രാക്ടർ തിരിച്ച് വയ്ക്കുക. തിരിച്ച് വെച്ചിട്ട് 135 മെഷർ ചെയ്യണം. 0, 10, 20, 30, 40, 50, 60, 70, 80, 90, 100, 110, 120, 130, 135 ഇതാ ഇവിടെ വരും. അപ്പോൾ ഇതാ അവിടെ വരെ നമ്മൾ എന്ത് ചെയ്യുക, സർക്കിളെ വരെ വരയ്ക്കാവുള്ളൂ, സർക്കിളിൻ്റെ പുറത്തേക്ക് വരയ്ക്കില്ലേ. കറക്റ്റ് ഇതാ ഇവിടെ വരെ വരച്ചു. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 135 ഡിഗ്രി. 135 ഡിഗ്രിയിൽ കുട്ടികൾ ആരാ നടന്ന് സ്കൂളിൽ വരുന്നവരാണ്. പോക്ക് എന്നുള്ളത് എഴുതിയിട്ട് അതും ബ്രാക്കറ്റിലിട്ടിട്ട് ബാക്കിയുള്ളത് ഷെയ്ഡ് ചെയ്യുക. ഇനി റിമൈനിങ് ഉറപ്പായിട്ട് എത്രയേ വരുള്ളൂ, 45. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, കറക്റ്റായിട്ട് അത് 45 ഡിഗ്രി ആയിരിക്കും. കണ്ടോ, കറക്റ്റായിട്ടത് 45 ഡിഗ്രി തന്നെ വരും. ഓക്കെ അല്ലേ. അപ്പോൾ 45 ഡിഗ്രിയിൽ കുട്ടികൾ എന്താ ബൈസിക്കിൾ ഉപയോഗിക്കുന്നവരാണ് കേട്ടോ. അതും കൂടെ നമ്മളൊരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഷെയ്ഡ് ചെയ്തോണം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് പല രീതിയിൽ ഷെയ്ഡ് ചെയ്തെടുക്കാം കേട്ടോ. ക്രയോൺ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പെൻസിൽ മാത്രമേ ഉള്ളെങ്കിൽ ഡാർക്ക് ഷെയ്ഡോ ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ ഓരോ ഡോട്ടൊക്കെ ഇട്ടോ അങ്ങനെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഇഷ്ട രീതിയിൽ അതിനെ എന്ത് ചെയ്യുക, ഷെയ്ഡ് ചെയ്ത് ആ ചിത്രം ഭംഗിയാക്കാൻ നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ആംഗിൾ കണ്ടുപിടിക്കാൻ. ബൈ ടോട്ടൽ ഇൻറ്റു 360 കൊടുക്കുക ഓരോ സംഖ്യയും, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, ഈ വർഷത്തെ ഈ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം. ഇൻ എ ക്ലാസ് 25% ഗോട്ട് എ ഗ്രേഡ് ഇൻ എ മാത്സ് ടെസ്റ്റ്, 45% got B grade, 20% got C grade and the remaining D grade. റിമൈനിങ് ഡി ഗ്രേഡ് എന്നാണ്. ഡി ഗ്രേഡിൻ്റെ ഭാഗം കാണിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വല്ല ഐഡിയയും വന്നോ ഡിയുടെ അവിടെ എന്ത് കൊടുക്കുമെന്ന്? ഡ്രോ എ പൈ ചാർട്ട് ഷോയിങ് ദിസ്. ഇതിൻ്റെ ഒരു പൈ ചാർട്ട് വരയ്ക്കാം. ആദ്യം നമ്മൾ ഈ വിവരങ്ങളെല്ലാം കാണിച്ചുകൊണ്ടുള്ള ടേബിൾ വരയ്ക്കുക എന്നുള്ളതാണ് പ്രധാനം. ഫസ്റ്റ് ഗ്രേഡ്, എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ്, ഡി ഗ്രേഡ് എന്നിവയാണല്ലോ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത്. എ ഗ്രേഡ് കിട്ടിയവരുടെ പെർസെൻറ്റേജ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 25%. ദെൻ ബി ഗ്രേഡ് കിട്ടിയവരാണെങ്കിൽ 40%. ആൻഡ് സി ഗ്രേഡ് കിട്ടിയവർ 20%. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ റിമൈനിങ് ആ ഡി ഗ്രേഡ് എന്നാണ് പറഞ്ഞല്ലേ. അപ്പോൾ ഡി ഗ്രേഡ് കിട്ടിയവർ എത്രയാണെന്നറിയാൻ നമുക്കറിയാം. പെർസെൻറ്റേജ് എപ്പോഴും 100-ലല്ലേ, ഉറപ്പായിട്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100-ലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എത്ര വരും? 40, 60, 80, 85 വന്നിരിക്കുന്നത് 85ആണ്. അപ്പോൾ 85ൻ്റെ കൂടെ എത്ര കൂട്ടിയാലും 100 വരിക? 15%. സോ 15% നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേ, ആംഗിൾ കണ്ടുപിടിക്കാം. ബൈ ടോട്ടൽ, ടോട്ടൽ എത്ര? 100 അല്ലേ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് 25/100 ഇൻറ്റു 360. ഇവിടെയാണെങ്കിൽ 40/100 ഇൻറ്റു 360. ഇവിടെ 20/100 ഇൻറ്റു 360. ഇവിടെ 15/100 ഇൻറ്റു 360. അത് വലിയ പാടൊന്നും അല്ലട പിള്ളേരെ. ആദ്യം ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് ചെറുതാക്കിയാൽ മതി. ഈ 0 കട്ടായി. 36ഉം 10ഉം കൂടെ കട്ടാക്കുമ്പോൾ എത്ര വരും? ബൈ 2 വെച്ച് ചെയ്താൽ ഇത് 18 വരും, ഇത് 2 വരും. ഇത് വീണ്ടും 2 അല്ലല്ലോ, 2 കൊണ്ട് കട്ട് ചെയ്താൽ 5 വരും അല്ലേ. ഓക്കെ, അപ്പം യഥാർത്ഥത്തിൽ ഇത് 25/5 ഇൻറ്റു 18 വന്നു. അപ്പോൾ ഇതെല്ലാ കേസിലും 18ഉം 5ഉം അല്ലേ, വേണമെങ്കിൽ അത് അങ്ങനെ എഴുതാം. 40/5 ഇൻറ്റു 18. ഇവിടെ 20/5 ഇൻറ്റു 18. ഇവിടെയാണെങ്കിൽ 15/5 ഇൻറ്റു 18. എന്തിനാണ് എല്ലായിടത്തും അതുപോലെ എഴുതിയത്, ഒരേപോലെ എഴുതിയെന്ന് മനസ്സിലായോ? എല്ലാം സെയിം അല്ലേ. 360/100 നമ്മളിവിടെ ഡിവൈഡ് ചെയ്തു. ഒന്നുകൂടി ഞാൻ ഡിവൈഡ് ചെയ്ത് കാണിക്കാം. 360/100 കട്ട് ചെയ്യുമ്പോൾ ഈ 0 കട്ട് ചെയ്തു. ബാക്കി 36/10. ഞാൻ ഹാഫ് എഴുതി, അത്രേ ഉള്ളൂ. 36ൻ്റെ പകുതി 18, 10ൻ്റെ പകുതി 5. അപ്പോൾ എല്ലാ 360/100 18/5 അല്ലേ. അതാണ് ഞാനിവിടെ എല്ലാ 18/5 എന്ന് എഴുതിയത്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഈ വരയൊന്ന് വായിച്ചേക്കാം. നിങ്ങളതുകൊണ്ട് എക്സാമിന് ഇത് വലിയ കോളായിരിക്കണേ മുമ്പേ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ശരിയാവാതെ വരും. ഇനി 5ഉം 25ഉം കട്ടാക്കാമല്ലോ. 5 ഇൻറ്റു 18. ഇവിടെയും
8 5 അല്ലേ 40, സോ 8 × 18. ഇവിടെ 4 5 അല്ലേ 20, സോ 4 × 18. ഇവിടെ 5 3s are 15, സോ 3 × 18. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണമെന്നാ? 360 കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് തെറ്റിപ്പോയി എന്നർത്ഥം കേട്ടോ. 18 × 5 എത്രയാണെന്നറിയോ? 90. ദെൻ 18 × 8 8 8 64. റിമൈൻഡർ 6 വരും. 1 8 8 6 14 144. ദെൻ 18 × 4 72 വരും കേട്ടോ. 18 × 3 24, ശിഷ്ടം 2, 1 3s are 5 54 വരും കേട്ടോ. ആഡ് ചെയ്താൽ 360 ആണോ? നോക്കിയേക്കാം. 4 2 6 4 10, റിമൈൻഡർ 1, 7 5 12 4, 12 4 16 9. തെറ്റിപ്പോയോ എവിടെയെങ്കിലും? 25 1 26 6 എഴുതി. റിമൈൻഡർ 2 2 1 3. ആൻസർ 6 360. അപ്പോൾ നമുക്ക് ആംഗിൾ മെഷർമെൻ്റ് എല്ലാം കിട്ടി. എത്രയൊക്കെയാണ്? 90 ഡിഗ്രി വരയ്ക്കണം, 140 ഡിഗ്രി വരയ്ക്കണം, 72 ഡിഗ്രി വരയ്ക്കണം, 54 ഡിഗ്രി വരയ്ക്കണം. ഓക്കെ, എന്നാൽ വരച്ച് തുടങ്ങാവേ. ഫസ്റ്റ് നമ്മൾ 90 വരയ്ക്കുന്നു. അതിനുവേണ്ടി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. എന്നിട്ട് സെറ്റ് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 90 ഡിഗ്രി മെഷർ ചെയ്യുന്നു. അത് വരച്ച് പൂർത്തിയാക്കി. അതിനുശേഷം 144. അപ്പോൾ ആ വരയിൽ ഈ നമ്മുടെ പ്രൊട്രാക്ടറിൻ്റെ ബേസ് ലൈൻ വെച്ച് 144 അളക്കണം. 0 10 20 30 40 100 110 120 130 140 144 എന്ന് പറഞ്ഞാൽ ഈ 45 തൊട്ട് താഴെ കേട്ടോ. 44 വരച്ചു. ദെൻ 72 വരയ്ക്കണം. അപ്പോൾ തീർന്നെടുത്തൊന്ന് തുടങ്ങണം കേട്ടോ, അത് മറന്നു പോരുത്. ഏത് ലൈനാണ് ലാസ്റ്റ് വരച്ച് ആ ലൈൻ ബേസാക്കി വേണം അടുത്തത് വരയ്ക്കാൻ. നമുക്ക് വേണ്ടത് 72 ആണേ. 70 71 72 ഇതാ ഇവിടെ വരും. സെവൻറ്റി ടു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഉറപ്പായിട്ട് 54 ആയിരിക്കും. നോക്കാം. കണ്ടോ, കറക്റ്റ് അല്ലേ? 50 55 55 തൊട്ട് താഴെ 54. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ പറഞ്ഞ പോലെ ഷെയ്ഡ് ചെയ്തെടുക്കുക. വിവിധ കോണുകളെല്ലാം കൂടി അടയാളപ്പെടുത്തി എ ഗ്രേഡ് 90 ഡിഗ്രി, ബി ഗ്രേഡ് 144 ഡിഗ്രി, സി ഗ്രേഡ് 72 ഡിഗ്രി, എൻ ഡി ഗ്രേഡ് 54 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്റർ. ഇതുപോലുള്ള കുറേ ചോദ്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എക്സാമിന് പോകണം. ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ഇത് വരും. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ക്ലാസ്സുകൾ അവസാനിക്കുകയാണ്. ഇനി ടീച്ചർ വെക്കേഷന് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന GK പോലുള്ള ചോദ്യങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ടീച്ചറുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മുമ്പോട്ടും ടീച്ചർക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല വിജയാശംസകൾ എക്സാമിന് കേട്ടോ. ടീച്ചർ റിവിഷൻ്റെ ഒരു ടോപ്പിക് ഇടാം. പിന്നെ എക്സാമിൻ്റെ തലേദിവസം നിങ്ങൾക്ക് എക്സാമിന് ഈസി ആവുന്നത് പോലുള്ള ഒരു മുഴുവൻ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ അതും കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.